നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ സുഗാന്ത് സുരേഷിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്ത്. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയായ യുവതിയെ സുഗാന്ത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തതായും നിരവധി തവണ പണം കൈപ്പറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ആത്മഹത്യയ്ക്ക് കാരണം സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് അമ്മാവൻ മോഹനനാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലാണ് ഒളിവിലായിരുന്നപ്പോൾ കഴിഞ്ഞിരുന്നതെന്ന് പ്രതി സുഗാന്ത് പോലീസിന് മൊഴി നൽകി. ധർമ്മസ്ഥൽ, മാംഗ്ലൂർ, കൊല്ലൂർ, ഉടുപ്പി, പോണ്ടിശ്ശേരി എന്നിവിടങ്ങളിൽ കറങ്ങി നടന്നുവെന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചുവെന്നും സുഗാന്തിന്റെ മൊഴിയിലുണ്ട്. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ സഞ്ചരിച്ചു. ചിലരുടെ ഫോൺ വാങ്ങി ബന്ധുക്കളെ വിളിച്ചുവെന്നും സുഗാന്ത് മൊഴി നൽകി. കേസിൽ പ്രതിയായ സുഗാന്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്ത ശേഷം സുഹൃത്തും സഹപ്രവർത്തകയുമായ യുവതിയെ വഞ്ചിച്ച സുഗാന്ത് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. യുവതിയുമായുള്ള ചാറ്റുകൾ ഇതിന് തെളിവാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വിവാഹം കഴിക്കണമെന്നും ചാവില്ലേ എന്നുമായിരുന്നു ചാറ്റിലെ സുഗാന്തിന്റെ ചോദ്യം. ചതിക്കപ്പെട്ടതിൽ മനംനൊന്ത് യുവതി മരിക്കാമെന്നും മറുപടി നൽകി. വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയതിന്റെ തെളിവും പോലീസിന് ലഭിച്ചു. ശമ്പളം ഉൾപ്പെടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം യുവതിയിൽ നിന്ന് സുഗാന്ത് കൈക്കലാക്കിയിരുന്നു. ഇതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മറ്റ് സ്ത്രീകളുമായും സുഗാന്തിന് ബന്ധമുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് ആഴ്ചകളോളം ഒളിവിലായിരുന്ന സുഗാന്ത് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. യുവതിയെ പീഡിപ്പിച്ച സ്ഥലത്തുൾപ്പെടെ തെളിവെടുക്കാൻ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യം. സുഗാന്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് അമ്മാവൻ മോഹനനെ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്. പ്രതിയായതോടെ ഇയാളെ IBയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ടെലിഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ നിരവധി ഡിജിറ്റൽ തെളിവുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീ പോയി ചാവടി, എപ്പോൾ ചാവും എന്നീ സന്ദേശങ്ങളും ചാറ്റിലുണ്ട്. IB ഉദ്യോഗസ്ഥയുടെ 6 മാസത്തെ ശമ്പളം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനുള്ള ബാങ്ക് രേഖകൾ ലഭ്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സുഗാന്ത് IAS കോച്ചിംഗ് നടക്കുന്നതിനിടയിലും മറ്റൊരു യുവതിയെ വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്തതായും ജയ്പൂരിൽ വെച്ചാണ് ഇവ സംഭവിച്ചതെന്നും രേഖകളിലുണ്ട്. പ്രതി മറ്റ് യുവതികളെയും തിരുവനന്തപുരത്തും ചെന്നൈയിലും അപ്പാർട്ട്മെന്റുകളിൽ എത്തിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. IB ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഗാന്ത് മൂലമാണെന്ന് ഡോക്ടറുടെ മൊഴിയും റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ കഴിഞ്ഞ ദിവസമാണ് സുഗാന്ത് സുരേഷ് കൊച്ചിയിൽ കീഴടങ്ങിയത്. ജാമ്യം അനുവദിച്ചാൽ കേസിനെ ഗുരുതരമായി ബാധിക്കുമെന്ന വിലയിരുത്തലായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം പേട്ട പോലീസിന് പ്രതിയെ കൈമാറിയത്. തുടർന്ന് വഞ്ചിയൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ വിശദമായി ചോദ്യം ചെയ്യലിനൊരുങ്ങിയാണ് പോലീസ്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം. 2 മാസത്തോളം ഒളിവിലായിരുന്ന സുഗാന്തിനെ പിടികൂടാത്തതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം IB ഓഫീസറായ യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ മരണത്തിൽ സുഗാന്തിന് പങ്കുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു. മകളുടെ മരണത്തിന് പിന്നിൽ സുഹൃത്തായ സുഗാന്താണെന്ന് ആരോപിച്ച് കുടുംബവും രംഗത്ത് വന്നിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത്. കുടുംബം ആരോപണം ഉന്നയിക്കുകയും ആ വഴിക്ക് അന്വേഷണം നീളുകയും ചെയ്തതോടെ സുഗാന്തും കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി യുവതിയുടെ പിതാവ് തെളിവുകൾ പോലീസിന് നൽകി. തുടർന്ന് സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു. എന്നാൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയ സുഗാന്തിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല.